ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റിയിലെ 5 മാർക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആണ്. പിന്നെ ഇന്ന് സോഷ്യൽ ആന്ത്രപ്പോളജിൻ്റെ എക്സാം കഴിഞ്ഞു. എല്ലാവർക്കും എങ്ങനെ എക്സാം ഉണ്ടായിരുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുള്ളൂ നിങ്ങളുടെ ഫ്രീ ആണ് സമയത്ത്. അതേപോലെ നമ്മൾ ഇന്നലെ ന്യൂ വീഡിയോ ഇട്ടതിൽ എക്സാം സ്പെഷ്യൽ വീഡിയോ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടത് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ MCQ വളരെ നല്ല MCQ തന്നെ ആയിരുന്നു. എല്ലാം വലിയ കൺഫ്യൂഷൻ ഇല്ലാത്ത MCQ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റിയിലെ 5 മാർക്ക് ക്വസ്റ്റ്യന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജി. റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് സ്വന്തം വിഷയവും അതുപോലെ തന്നെ പഠന രീതിയുമുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ് റൂറൽ സോഷ്യോളജി. അതുപോലെ തന്നെ മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പുതിയ പഠനശാഖയാണ് അല്ലേ. മറ്റു ശാസ്ത്രങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പുതിയ പഠനശാഖയാണ്. അതുകൊണ്ട് തന്നെ റൂറൽ സോഷ്യോളജിക്ക് എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ള പഠന മേഖലകളും ഉണ്ട് അല്ലേ. അതായത് ഗ്രാമീണ സമൂഹത്തെ കുറിച്ചിട്ടുള്ള സമൂഹശാസ്ത്രം എന്ന നിലയിലാണ് റൂറൽ സോഷ്യോളജി അറിയപ്പെടുന്നത്. അതായത് ഗ്രാമങ്ങളിൽ വേരൂന്നിയിട്ടുള്ളതാണ് റൂറൽ സോഷ്യോളജി അല്ലേ. ഗ്രാമീണ സമൂഹത്തിന്റെ എന്താ പറയുക പ്രാധാന്യം ലക്ഷ്യമാക്കുന്നതാണ് എന്ത് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റൂറൽ സോഷ്യോളജിയിൽ പിന്നെ എന്താ പറയുക പ്രധാന പഠന മേഖലകളാണ് നമ്മൾ നോക്കുന്നത്. ഒരു 10-14 പോയിന്റ് ഉണ്ട്. അതിലൊന്നാമത്തതാണ് റൂറൽ സൊസൈറ്റി. എന്താണ് റൂറൽ സൊസൈറ്റി? രണ്ടാമത്തെ റൂറൽ പോപ്പുലേഷൻ, മൂന്നാമത്തെ റൂറൽ കമ്മ്യൂണിറ്റി, നാലാമത്തെ റൂറൽ എക്കണോമി, അഞ്ചാമത്തത് റൂറൽ സോഷ്യൽ പ്രോസസ്സ്, ആറാമത്തെ റൂറൽ റിലീജിയൻ, ഏഴാമത്തെ റൂറൽ കൾച്ചർ, എട്ടാമത്തെ റൂറൽ സോഷ്യൽ പ്രോബ്ലം, ഒമ്പതാമത്തെ റൂറൽ സോഷ്യൽ കൺട്രോള്, അതുപോലെ 10ാമത്തെ റൂറൽ സോഷ്യൽ ചേഞ്ച്, 11 റൂറൽ അർബൻ കോൺട്രാസ്റ്റ്, 12 റൂറൽ പ്ലാനിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷന്, 13 റൂറൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്, 14ാമത്തത് റൂറൽ സോഷ്യൽ ഓർഗനൈസേഷൻ. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് റൂറൽ സൊസൈറ്റി അല്ലേ. അതായത് ഗ്രാമീണ സമൂഹത്തെ പഠിക്കുന്നതിന് പുറമെ റൂറൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ പ്രാഥമിക ഘടകങ്ങളും ഘടനാപരവും പ്രവർത്തനാപരവുമായിട്ടുള്ള നിലപാടുകളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട് അല്ലേ. ഗ്രാമീണ സമൂഹത്തെ പഠിക്കുന്നതിന് പുറമെ റൂറൽ സോഷ്യോളജി അതിൻ്റെ സ്വഭാവവും പ്രാഥമിക ഘടകങ്ങളും ഘടനാപരവും പ്രവർത്തനാപരവുമായിട്ടുള്ള നിലപാടുകളെ കുറിച്ചിട്ടൊക്കെ പഠനം നടത്തുന്നുണ്ട്. അതുപോലെ ഗ്രാമീണ സാമൂഹ്യ ജീവിതം, ഗ്രാമീണ ജനങ്ങളുടെ പെരുമാറ്റ രീതികൾ, ബന്ധങ്ങളുടെ കൂട്ടം, സാമൂഹ്യ ഇടപെടലുകൾ, അതുപോലെ ജീവിത നിലവാരം, സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൂറൽ സൊസൈറ്റിന്റെ അതിർത്തി അവിടെ വികസിക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്യും, റൂറൽ സോഷ്യോളജിയുടെ വ്യാപ്തിയും വികസിക്കും അല്ലേ. റൂറൽ സൊസൈറ്റിയുടെ അതിർത്തി വികസിക്കുന്നിടത്തൊക്കെ റൂറൽ സോഷ്യോളജിയുടെ വ്യാപ്തിയും വികസിക്കും. രണ്ടാമത്തതാണ് റൂറൽ പോപ്പുലേഷൻ അല്ലെ. റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് ജനസംഖ്യാ വളർച്ചയുടെ ഘടകങ്ങൾ, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകൾ, വലുപ്പം, സാന്ദ്രത, അതുപോലെ വിതരണം, ഗ്രാമീണ നഗര കുടിയേറ്റം എന്നിവ വിവിധ വശങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട് റൂറൽ സോഷ്യോളജി. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ജനസംഖ്യ ഗ്രാമീണ സമൂഹശാസ്ത്രത്തിന്റെ അടിസ്ഥാന എന്താ പറയുക സത്തയാണ് അല്ലേ, അടിസ്ഥാന സത്തയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ ജനതയുടെ ദൈനംദിന ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്ന പെരുമാറ്റ രീതികളെ കുറിച്ചിട്ടൊക്കെ, അതുപോലെ ആചാരങ്ങൾ, നാടോടി കഥകൾ മനസ്സിലാക്കാനൊക്കെ ഈ ഒരു റൂറൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് റൂറൽ കമ്മ്യൂണിറ്റി അല്ലെ. ഗ്രാമീണ സമൂഹം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ആദിമ സംഘടനകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മനുഷ്യരാശിയുടെ ആദിമ സംഘടനകളിൽ ഒന്നാണ് റൂറൽ സോഷ്യോളജി. അതുകൊണ്ട് തന്നെ ഗ്രാമീണ സമൂഹത്തിന്റെ ഉത്ഭവം, സ്വഭാവ സവിശേഷതകൾ, അതുപോലെ സാമൂഹിക ഗുണവിശേഷങ്ങൾ, മാനുഷിക പാരിസ്ഥിതിക ശാസ്ത്രം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗ്രാമീണ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ആചാരങ്ങൾ, അതുപോലെ തന്നെ പാരമ്പര്യങ്ങൾ, മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയിലേക്കുള്ള കർക്കശവും അതുപോലെ തന്നെ യാഥാസ്ഥികവുമായിട്ടുള്ള ഏകദാനമായ പഠനത്തെ കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ ഏകദാനമായിട്ടുള്ള പാതയൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജി പഠനം നടത്തുന്നുണ്ട്. അടുത്തതാണ് റൂറൽ സോഷ്യൽ ഓർഗനൈസേഷൻ. എന്താ അതിൽ പറയുന്നത്, സാമൂഹ്യ ഘടന എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഒരു നട്ടെല്ലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഗ്രാമീണ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള പ്രവർത്തനം ഗ്രാമീണ സാമൂഹ്യ സംഘടനയെ കുറിച്ചിട്ടുള്ള അടിസ്ഥാന അറിവ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഗ്രാമീണ സാമൂഹ്യ സംഘടനകൾ, ആത്മീയ ചിന്തകൾ, മതപരമായ പ്രവർത്തനങ്ങൾ, പവിത്രമായിട്ടുള്ള ബന്ധം, പുനർജന്മത്തെ കുറിച്ചിട്ടുള്ള സാമൂഹ്യ ധാരണ, കർമ്മഫലം തുടങ്ങിയവയൊക്കെ
ചെയ്യുന്നുണ്ട്, ഗ്രാമീണ സാമൂഹ്യ ജീവിതത്തെ തീവ്രമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രാമീണ ജീവിതത്തിന്റെ പുരോഗതിക്കായിട്ട് ഗ്രാമീണ സാമൂഹ്യ സംഘടനയുടെ ഭാവി സാധ്യതയും അതുപോലെ തന്നെ അതിന്റെ വികസനത്തിനുള്ള ഭരണ നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠനം നടത്തുന്നുണ്ട്. അടുത്തതാണ് റൂറൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. റൂറൽ സോഷ്യോളജി എങ്ങനെ ഗ്രാമീണ സാമൂഹിക വിവിധ സ്ഥാപനങ്ങളുടെ ഘടന, അതുപോലെ സവിശേഷതകള്, പ്രവർത്തനങ്ങൾ എന്നിവയെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബം, വിവാഹം, ബന്ധുത്വം, മതം, ജാതി എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ത് ഗ്രാമീണ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജി പഠനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റൂറൽ സോഷ്യോളജി ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഈ സ്ഥാപനങ്ങളുടെ സമൂഹശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യങ്ങളെ കുറിച്ചിട്ടും റൂറൽ സോഷ്യോളജി പഠനം നടത്തുന്നുണ്ട്. അടുത്തൊരു പോയിന്റാണ് റൂറൽ എക്കണോമി അല്ലെ. എന്താ ഇതിൽ പറയണത്, അതായത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷി അല്ലെ. അവിടെ എന്താണ്, കൃഷി ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റൂറൽ സോഷ്യോളജി കാർഷിക പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുകയും അതുപോലെ ഗ്രാമങ്ങളിലെ കാർഷിക വികസനത്തിന് വിവിധ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക കേന്ദ്രങ്ങൾക്കിടയിൽ പുതിയ കാർഷിക സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യത, അതുപോലെ തന്നെ പഴയ കൃഷിരീതികളുടെ നവീകരണം, കർഷകർക്ക് കർഷക പരിശീലനം നൽകല്, തുറന്ന വിപണികളുടെ രൂപീകരണം എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമീണ സാമൂഹിക പഠനത്തിന്റെ പ്രധാന പഠന മേഖലകളാണ്. അടുത്തൊരു സ്കോപ്പാണ് റൂറൽ സോഷ്യൽ പ്രോസസ്സ് അല്ലെ. ഗ്രാമീണ സമൂഹ ശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രാമീണ സാമൂഹ്യ ഇടപെടലുകളെ രണ്ട് പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് സംയോജന പ്രക്രിയയും വിയോജനാത്മക പ്രക്രിയയും അല്ലെ. സഹകരണം, സ്വാംശീകരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, സംയോജനാത്മക പ്രക്രിയയാണ്. എന്നാൽ മത്സരം, സംഘർഷം എന്ന് പറഞ്ഞാൽ വിയോജനാത്മക പ്രക്രിയയിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയകളുടെ സ്വഭാവവും സവിശേഷതകളും സാമൂഹിക പ്രാധാന്യവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്താണ് റൂറൽ റിലീജിയൻ അല്ലെ. ഗ്രാമീണ സമൂഹത്തില് മതം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അല്ലെ. മതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് മതം. ഇതിനെ ഗ്രാമീണ ജനതയുടെ ആത്മാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ മതത്തിന് എന്താണ് കണക്കാക്കപ്പെടുന്നത്, ഗ്രാമീണ ജനതയുടെ ആത്മാവായിട്ടാണ് കാണുന്നത്. അതുപോലെ ഗ്രാമീണ ജനത മതപരമായിട്ടുള്ള ആശയങ്ങളും മൂല്യങ്ങളും അന്ധമായിട്ട് പിന്തുടരുന്നവരായിരിക്കും. അതുപോലെ തന്നെ ആരാധനയെ ഒരു പ്രധാന ഘടകമായിട്ട് പരിഗണിക്കും. അതുപോലെ തന്നെ ഗ്രാമീണ മതത്തിന്റെ ആശയവും സാമൂഹ്യ പ്രാധാന്യവും അതിന്റെ സ്വാധീനവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റൂറൽ സോഷ്യോളജിയിൽ പഠനം നടത്തുന്നുണ്ട്. അടുത്തതാണ് റൂറൽ കൾച്ചർ അല്ലെ. സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യർ നേടിയെടുക്കുന്ന അറിവ്, വിശ്വാസം, നിയമം, കല, ആചാരം, അതുപോലെ തന്നെ മറ്റു കഴിവുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് പിന്നെ സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴയ മതാചാരങ്ങൾ, പാരമ്പര്യം, നാടോടി വഴികൾ, മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന കർക്കശവും അതുപോലെ തന്നെ യാഥാസ്ഥികവുമായിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രാമീണ സംസ്കാരത്തിന്റെ സങ്കീർണതകൾ, അതിന്റെ വ്യത്യസ്ത ഘടനാപരമായിട്ടുള്ള സംഘടനകള്, സാംസ്കാരിക രീതികള്, സാംസ്കാരിക സവിശേഷതകള്, അതുപോലെ ഗ്രാമീണ പശ്ചാത്തലങ്ങളിലെ സാംസ്കാരിക പിന്നോക്കാവസ്ഥ എന്നിവയെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജിയിൽ പഠനം നടത്തുന്നുണ്ട്. അടുത്തതാണ് റൂറൽ സോഷ്യൽ പ്രോബ്ലംസ് അല്ലെ. ഗ്രാമീണ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്, ഗ്രാമീണ ജീവിതത്തിൽ ഉൾപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം അല്ലെ. അവരുടെ പ്രശ്നങ്ങള് സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, ധാർമ്മിക മൂല്യത്തേക്ക് എന്താണ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ആ പ്രശ്നങ്ങൾ സാധാരണയായിട്ട് എന്തൊക്കെയാണ്, ദാരിദ്ര്യം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ജനസംഖ്യാ വളർച്ച, നിരക്ഷരത, ജാതീയത, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ, ഇതൊക്കെ ആയിരിക്കും ഒരു ഗ്രാമീണത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെ. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ദോഷഫലങ്ങളും ഒക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജി പഠനം നടത്തുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ അതിനുള്ള കാരണങ്ങൾ, സ്വഭാവങ്ങൾ, അതുപോലെ അതിന് പരിഹാര മാർഗങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാകുക അല്ലെ. ഇതിന്റെ കാരണങ്ങളും അതുപോലെ തന്നെ സ്വഭാവവും പരിഹാരങ്ങളും ഒക്കെ എന്താണ്, ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഗ്രാമീണ സാമൂഹ്യ ശാസ്ത്രം ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് തന്നെ പഠനം നടത്തുന്നുണ്ട്. അടുത്താണ് റൂറൽ സോഷ്യൽ കൺട്രോൾ. അതായത് ഒരു വ്യക്തിയുടെ മേല് സമൂഹത്തിന്റെ നിയന്ത്രണമാണ് സോഷ്യൽ കൺട്രോൾ അല്ലെ. ഒരു വ്യക്തിന്റെ മേല് സമൂഹത്തിനുള്ള ഒരു നിയന്ത്രണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഗ്രാമീണ സമൂഹത്തിൽ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ്, അനൗപചാരികവും അതുപോലെ തന്നെ കർക്കശവുമാണ്. അതുപോലെ സാമൂഹ്യ നിയന്ത്രണത്തിന്റെ അനൗപചാരിക മാർഗങ്ങളാണ് എന്തൊക്കെ, മതങ്ങള്, ആചാരങ്ങള്, ധാർമ്മികത, മാനദണ്ഡങ്ങള്, ഇതൊക്കെയാണ് അനൗപചാരിക
സാമൂഹ്യ നിയന്ത്രണത്തിന്റെ അനൗപചാരിക മാർഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജിയിൽ പഠനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ സമൂഹങ്ങളിൽ കുടുംബവും അയൽപക്കവും പോലുള്ള പ്രാഥമിക ഗ്രൂപ്പുകൾ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് റൂറൽ സോഷ്യൽ കൺട്രോൾ. അടുത്താണ് റൂറൽ സോഷ്യൽ ചേഞ്ച് അല്ലെ. സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹ്യ സംഘടനകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ സാമൂഹിക മാറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഘടനയിലും ധർമ്മങ്ങളിലും ഒക്കെ വൈകിയാണെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഗ്രാമീണ സമൂഹം മാറ്റത്തിന്റെ ഒരു പാതയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ ഗ്രാമീണ മേഖലയിലെ സാമൂഹ്യ മാറ്റത്തിന് ആക്കം കൂട്ടുന്നതിനും അവ നിലനിർത്തുന്നതിനും അതുപോലെ ഗ്രാമീണ സമൂഹ ശാസ്ത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് അല്ലെ. അതുപോലെ ഗ്രാമീണ സമൂഹ ശാസ്ത്ര വ്യവസ്ഥാപിതമായ രീതിയിൽ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾക്ക് കാരണമാണ്. അതുപോലെ തന്നെ വിവിധ ഘടകങ്ങളെ കുറിച്ച് അല്ലെ, ആ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതിന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജിയിൽ പഠനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ ജീവിതത്തിന്റെ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള ഏതു മാറ്റത്തിനും കാരണമായവർക്ക് പരിഹാരങ്ങൾ നൽകാനും ഈ ഒരു റൂറൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അടുത്തതാണ് റൂറൽ അർബൻ കോൺട്രാസ്റ്റ് അല്ലെ. ഗ്രാമീണ നഗര വ്യത്യാസങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം ശരിയായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലും നടക്കുന്നില്ലെങ്കിൽ ഗ്രാമീണ സമൂഹത്തെ കുറിച്ചിട്ടുള്ള പഠനവും എന്തായിട്ട് മാറും, അപൂർവമായിട്ട് തുടരും. അതായത് ഗ്രാമവും നഗരവും സാങ്കല്പികമായിട്ടുള്ള സമൂഹ ജീവിതത്തിന്റെ രണ്ട് വ്യത്യസ്ത രീതികളാണ്. എന്തൊക്കെ, ഗ്രാമവും നഗരവും അല്ലെ, സാങ്കല്പികമായിട്ടുള്ള സമൂഹ ജീവിതത്തിന്റെ രണ്ട് വ്യത്യസ്ത രീതികളാണ്. അതുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ മതപരവും അതുപോലെ സാംസ്കാരികവുമായിട്ടുള്ള വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ നഗര വ്യത്യാസത്തെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ സോഷ്യോളജി പഠനം നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗ്രാമത്തിന്റെയും അതുപോലെ തന്നെ നഗരത്തിന്റെയും വ്യത്യാസങ്ങളെ കുറിച്ചിട്ടും റൂറൽ സോഷ്യോളജി പഠനം നടത്തുന്നുണ്ട്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് സമൂഹങ്ങളുടെയും താരതമ്യ പഠനത്തിലും ഗ്രാമീണ സമൂഹശാസ്ത്രം ശ്രദ്ധ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വിപരീത വിശകലനങ്ങളിലൂടെ ഗ്രാമീണ സമൂഹത്തിന്റെയും ഗ്രാമീണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ആശയം വ്യക്തമാക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് റൂറൽ പ്ലാനിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ അല്ലെ. അവികസിത സമൂഹവും അതുപോലെ തന്നെ ഗ്രാമീണ ആസൂത്രണവും ഒക്കെ പുനർനിർമ്മാണം ആവശ്യമാണ്. അതുപോലെ ഗ്രാമീണ സമൂഹം എന്ന് പറയുന്നത് എന്താണ്, ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനാൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉന്മൂലനത്തിനും അതുപോലെ ഗ്രാമീണ ജീവിതവും പുരോഗതിക്കും ഒക്കെ വേണ്ടിയിട്ട് സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രവും ഒക്കെ എന്താണ്, ശരിയായിട്ടുള്ള ഒരു ആസൂത്രണവും പുനർനിർമ്മാണവും നടത്തണം. അങ്ങനെ ഗ്രാമീണ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ എടുക്കുകയും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. മേൽ പറഞ്ഞിട്ടുള്ള ഈ വിശകലനത്തിൽ നിന്ന് ഗ്രാമീണ സമൂഹ ശാസ്ത്രത്തിന്റെ വ്യാപ്തി വലുതാണെന്ന് വ്യക്തമാകുന്നുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് റൂറൽ സോഷ്യോളജിക്ക് എത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഇത് എന്താ പറയുക, പ്രായം കുറഞ്ഞതും അതുപോലെ തന്നെ പുരോഗമനപരവുമായിട്ടുള്ള ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ സമൂഹത്തിന്റെയും ഗ്രാമീണ ജീവിതത്തിന്റെയും വിവിധ വശങ്ങൾ ആസൂത്രിതവും അതുപോലെ തന്നെ ശാസ്ത്രീയവുമായിട്ടുള്ള രീതിയിലൊക്കെ ഈ ഒരു റൂറൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്. അതാണ് അപ്പോൾ ഇതിന്റെ 10-14 പോയിന്റാണ് നമ്മൾ പഠന മേഖലകളായിട്ട് പറഞ്ഞത്. ഈ സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജി എന്ന് പറയുന്നത് 5 മാർക്കിനും വരാം, 10 മാർക്കിനും വരാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൂറൽ ആൻഡ് അർബൻ ഡിഫറൻഷിയേഷൻ, റേഷണൽ ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലേ. റേഷണൽ ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഗ്രാമീണ ജീവിതവും അതുപോലെ തന്നെ എന്താ പറയുക, നഗര ജീവിതവും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും എന്താ പറയുക കൂടുതലായിട്ട് പരിഗണിക്കേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ ജീവിത നിലവാരത്തെ കുറിച്ചിട്ടാണ് അല്ലേ. അതായത് ഒരു വ്യക്തിക്ക് മേലെന്തുണ്ടാവും, പല തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് എന്താണ്, കൂടുതൽ സംസ്കാരമുള്ളവരാകാനുള്ള അവസരമുണ്ട് അല്ലെ. നഗരപ്രദേശങ്ങളിൽ എന്താണ്, കൂടുതൽ സംസ്കാരമുള്ളവരാകാനുള്ള അവസരം നഗരത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ മറ്റു സാംസ്കാരിക വംശീയ എന്താ പറയുക വർഗ വിഭാഗങ്ങളിലൊക്കെ ഉള്ളവരെ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യത എവിടെ കൂടുതലാണ്, നഗരത്തിൽ കൂടുതലാണ്. അതുപോലെ മലിനീകരണം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നഗരത്തിൽ. അതുപോലെ ജനസംഖ്യ വർധനവ് ജീവിത നിലവാരത്തെ കുറക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് എന്താണ്, വിദ്യാഭ്യാസത്തിന് നിരവധി തെരഞ്ഞെടുപ്പുകൾ നഗരത്തിൽ ലഭ്യമാണ് അല്ലെ. കാരണം വിദ്യാഭ്യാസ അവസരങ്ങൾ അവിടെ കൂടുതലാണ്. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് മെച്ചപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കമ്പനികളിലെയോ അതുപോലെ തന്നെ ഓർഗനൈസേഷനുകളിലെയോ ഒക്കെ നിരവധി തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും ലഭിക്കുന്നുണ്ട്. അപ്പം നഗരങ്ങളിൽ എന്താണ്, തൊഴിലിനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് അല്ലേ. അതുപോലെ നഗരവാസികൾക്ക് ആരോഗ്യ പരിരക്ഷയിലൊക്കെ എന്താണ്, മികച്ച രീതിയിലുള്ള ചികിത്സകളൊക്കെയാണ് അവർക്ക് കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രദേശത്ത് തന്നെ എന്തുണ്ടാവും, സ്പെഷ്യലിസ്റ്റുകളുടെ സേവനമൊക്കെ തേടാൻ അവർക്ക് കഴിയും.
അതുപോലെ തന്നെ സാംസ്കാരികമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയിട്ടുള്ള ഏത് പരിപാടികളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരവും ആർക്ക് ലഭിക്കും? ഈ ഒരു ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് ലഭിക്കും അല്ലെ? അതുപോലെ തന്നെ നഗരങ്ങളിലുള്ള ആളുകൾക്ക് ലഭിക്കും. എന്നാൽ ഗ്രാമീണമായിട്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഒരേ നിലവാരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ചെയ്യുന്നില്ല അല്ലെ? ഗ്രാമീണമായിട്ടുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഒരേ നിലവാരത്തിലുള്ള തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യുന്നില്ല? വാഗ്ദാനം ചെയ്യണില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നഗര കേന്ദ്രങ്ങളിൽ കാണപ്പെടുന്ന വൈദഗ്ധ്യത്തിന്റെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കണ്ടെത്താൻ ദീർഘദൂരം യാത്ര ചെയ്യാൻ നിർബന്ധിതനാകലുണ്ട് അല്ലെ? അവർക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ കാര്യത്തിൽ എന്താണ്, ദീർഘദൂരം യാത്ര ചെയ്യേണ്ട കാര്യം വരാറുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ അഭാവം ഉണ്ടായിരുന്നിട്ടും എന്താണ്, ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ഗ്രാമീണ ജീവിതത്തിലെ അനുകൂലമായിട്ടുള്ള നിരവധി വശങ്ങൾ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെന്താണ്, പാർക്കുകളിൽ പോകുന്നതിന് പകരം അവർ പ്രകൃതിയെ കൂടുതൽ ആസ്വദിക്കുകയാണ് ചെയ്യല. പ്രകൃതിയെ കൂടുതൽ ആസ്വദിക്കുന്നവരാണ് ഗ്രാമത്തിലുള്ളവർ. എന്നാൽ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെക്കാൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നഗരങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊന്നും ഗ്രാമങ്ങളിൽ ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. അതുപോലെ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഇവയിൽ നിന്നും എന്താണ്, സുഖം പ്രാപിച്ചു കഴിഞ്ഞാലും വീണ്ടും എന്താണ്, വിഷാദ രോഗത്തിലേക്കോ അല്ലെങ്കിൽ മാനസിക രോഗത്തിലേക്കോ ഒക്കെ എത്തിപ്പെടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നഗരവാസികൾക്ക് ധാരാളം എന്താണ്, സോഷ്യൽ നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ നെറ്റ്വർക്ക് അവസരങ്ങളൊക്കെ നഗരത്തിൽ ലഭിക്കും. അതുപോലെ തന്നെ ഗ്രാമീണ സമൂഹങ്ങളിൽ വ്യക്തിബന്ധങ്ങൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ? ഗ്രാമത്തിൽ എന്താണ്, വ്യക്തിബന്ധങ്ങൾ അല്ലെ? സമൂഹങ്ങളിൽ വ്യക്തിബന്ധങ്ങൾ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അതേപോലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് തൊഴിൽ ഓപ്ഷനുകളിൽ നിന്ന് എന്താണ്, തെരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അല്ലെ? ഗ്രാമത്തിൽ തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസ അവസരങ്ങളും ഒക്കെ വളരെ കുറവായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും എന്താണ്, ഉയർന്ന തോതിലുള്ള സാമൂഹ്യവൽക്കരണം ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ ഗ്രാമീണ സമൂഹം എന്ന് പറയുന്ന പദം ഗ്രാമം, അതുപോലെ തന്നെ നാട്ടിൻപുറം, നാടോടി സമൂഹം എന്നിങ്ങനെയൊക്കെയുള്ള പദങ്ങളുമായിട്ട് മാറി ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഗ്രാമീണ സമൂഹം എന്ന് പറയുന്നത് ഗ്രാമം, അതുപോലെ തന്നെ നാട്ടിൻപുറം, നാടോടി സമൂഹം എന്ന് പറയുന്ന പദങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യലുണ്ട്, മാറി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് നഗരത്തിന്റെ ഒരു തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നഗരത്തിലുള്ള അത്ര തിരക്കൊന്നും എവിടെയല്ല, ഗ്രാമത്തിൽ ഉണ്ടാവില്ല. ഗ്രാമം എന്ന് പറയുന്നത് ഒരു ശാന്തമായിട്ടുള്ള പ്രദേശമായിരിക്കും. അതുപോലെ തന്നെ ഒരു നാടോടി സമൂഹം എന്ന് പറയുന്നത് പരമ്പരാഗതവും ഏകദാനവുമാണ്. അതുപോലെ തന്നെ ജനവിഭാഗം വൈവിധ്യമാർന്നിട്ടുള്ള നഗര സമൂഹത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നാടോടി സമൂഹം എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഒരു ഗ്രാമീണ സമൂഹവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നഗര സമൂഹം എന്ന് പറയുന്നത് ഭാവിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും അല്ലെ? ഒരു ഗ്രാമീണ സമൂഹവുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നഗര സമൂഹം എന്താണ്, ഭാവിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ മാറ്റമാണ് നഗര ജീവിതത്തിന്റെ അടിസ്ഥാനമെങ്കിൽ സ്ഥിരതയാണ് നാടോടി സമൂഹത്തിന്റെ അല്ലെ? സ്ഥിരതയാണ് ഗ്രാമത്തിലുള്ളത്, പക്ഷെ മാറ്റമാണ് എവിടെ ഉള്ളത്, നഗരത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളുടെയും നാടോടി വഴികളുടെയും കലവറയാണ് ഗ്രാമീണ സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൂറൽ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, പരമ്പരാഗത ആചാരങ്ങളുടെയും നാടോടി വഴികളുടെയും ഒക്കെ കലവറയാണ് ഗ്രാമീണ സമൂഹം അല്ലെ? അപ്പൊ നഗരത്തിൽ നിന്ന് മാറിയിട്ട് എന്താണ്, പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളെയും അതുപോലെ നാടോടി വഴികളെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു കലവറയാണ് ഈ ഒരു ഗ്രാമീണ സമൂഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരമ്പരാഗത സംസ്കാരത്തെ അവർ സംരക്ഷിക്കുന്നുണ്ട് അല്ലെ? ഇന്ത്യൻ സമൂഹത്തിന്റെയും അതുപോലെ തന്നെ നാഗരികതയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് എന്താണ്, ഗ്രാമങ്ങളിലാണ് എന്നാണ് പറയുന്നത് അല്ലെ? ഗാന്ധിജിയൊക്കെ എന്താണ്, ഗ്രാമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇതിന് കുറച്ച് മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ മെറിറ്റും ഡീമെറിറ്റും നോക്കാം. അതായത് കൂടുതൽ വികസനവും സൗകര്യവും നഗരമേഖലയിൽ ഉണ്ടാവും അല്ലെ? കൂടുതൽ വികസനം ഉണ്ടാവും, അതുപോലെ തന്നെ സൗകര്യവും ഉണ്ടാവും എവിടെ, നഗരമേഖലയിൽ. അതുപോലെ തന്നെ മെഡിക്കൽ രംഗം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം ഉയർന്ന തോതിലായിരിക്കും നഗരങ്ങളിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ നഗരങ്ങളിൽ കൂടുതലായിരിക്കും. അതുപോലെ നഗരമേഖലയിൽ ജീവിക്കുന്നവരിൽ ഭൂരിഭാഗവും സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. എന്നാൽ ഇതിന് പിന്നിലുള്ള കുറച്ച് ഡീമെറിറ്റ് എന്തൊക്കെയാണ്, അവിടെ ഗതാഗത കുരുക്ക് അധികമായിരിക്കും, അതുപോലെ കുറ്റകൃത്യങ്ങൾ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വലിയ അളവിലുള്ള നികുതികളായിരിക്കും ഉണ്ടാകുക, അതുപോലെ തന്നെ ചെലവേറിയിട്ടുള്ള ജീവിത സാഹചര്യമാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ ജനസാന്ദ്രത എന്താണ്, വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഗ്രാമങ്ങളിൽ ഉള്ളതുപോലെ നഗരങ്ങളിൽ ഉണ്ടാവില്ല അല്ലെ? വ്യക്തിബന്ധങ്ങൾ കുറവായിരിക്കും നഗരങ്ങളിൽ.
ഇനി നമുക്കൊരു ഒറ്റ ഇതിൽ നോക്കുകയാണെങ്കിൽ റൂറലും അർബണും തമ്മിൽ എന്തൊക്കെ ഡിഫറൻ്റ് ആണെന്ന് ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, റൂറലിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ സാമ്പത്തിക അവസ്ഥ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? എന്നാൽ അർബണിൽ എന്തായിരിക്കും? മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ ഉണ്ടാവും. അതുപോലെ റൂറലിലാണെങ്കിലോ വ്യക്തിബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതായിരിക്കും, പക്ഷെ അർബണിലാണെങ്കിലോ വ്യക്തിബന്ധങ്ങൾ കുറവായിരിക്കും. റൂറലിൽ നോക്കുകയാണെങ്കിൽ കുടുംബം, മതം, ബന്ധുത്വം എന്നിവക്കാണ് ഊന്നൽ നൽകുന്നത് റൂറൽ. എന്നാൽ അർബൺ എന്ന് പറയുന്നത് പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അർബണിലുള്ളത്. അതുപോലെ റൂറലിൽ നോക്കുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരിക്കും, അർബണിലാണെങ്കിലോ ഉയർന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ റൂറൽ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയെ ആശ്രയിക്കുന്നതാണ്. അർബൺ എന്ന് പറയുന്നത് എന്താണ്? കാർഷിക മേഖല അല്ലാത്ത വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതുപോലെ റൂറൽ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കും ഉണ്ടാവുക. എന്നാൽ അർബൺ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും എന്തായിരിക്കും? വിദ്യാസമ്പന്നരായിരിക്കും. അതുപോലെ തന്നെ റൂറൽ എന്ന് പറഞ്ഞാൽ വികസനത്തിൽ നിന്ന് വ്യതിച്ചെലവ് പ്രാകൃത ജീവിതമൊക്കെ നയിക്കുന്നവരായിരിക്കും. പക്ഷെ അർബൺ എന്ന് പറയുന്നത് വികസനം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലെ. അതുപോലെ തന്നെ റൂറൽ എന്ന് പറയുന്നത് ജനസാന്ദ്രത കുറവുള്ള ഏരിയ ആയിരിക്കും. പക്ഷേ നഗരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അർബൺ എന്ന് പറഞ്ഞാൽ ജനസാന്ദ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റൂറൽ എന്ന് പറഞ്ഞാൽ അവിടെ പ്രകൃതിയോട് ഇണങ്ങിയായിട്ട് ജീവിക്കുക. പക്ഷേ നഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിൽ നിന്ന് ഒറ്റപ്പെട്ട ജീവിതം, മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രകൃതിയിലാണ് അവരെന്ത് ചെയ്യുക? നിലനിൽക്കുക അല്ലെ. അതുപോലെ തന്നെ റൂറൽ എന്ന് പറയുന്നത് പാരമ്പര്യങ്ങൾക്കും അതുപോലെ തന്നെ വംശീയമായിട്ടുള്ള ബന്ധങ്ങൾക്കും അതുപോലെയൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമോജെനറ്റിക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പറയാം. അതുപോലെ അർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെട്രോജെനറ്റിക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ചുരുക്കത്തിൽ നമ്മൾ റൂറലും അർബണും എന്തൊക്കെയാണ് ഡിഫറൻറ്റ് എന്നാണ് ഇങ്ങനെ നോക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വില്ലേജ്. അതിലെന്താ പറയുന്നത് നോക്കാം. ഗ്രാമം, അതുപോലെ തന്നെ പട്ടണം, നഗരം എന്നിവ എന്താണ്? മനുഷ്യവാസ കേന്ദ്രങ്ങളുടെ വിഭാഗങ്ങളാണ് അല്ലേ. എവിടേക്ക്? ഗ്രാമവും പട്ടണവും നഗരവും. ഈ വിഭാഗക്കാർ സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഉപജീവന മാർഗങ്ങളും തൊഴിലുകളും തേടിയിട്ട് പലപ്പോഴും എന്താണ്? ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ പട്ടണത്തിലേക്കും അതുപോലെ തന്നെ നഗരങ്ങളിലൊക്കെ കുടിയേറാറുണ്ട് അല്ലേ. പുതിയ ഉപജീവന മാർഗങ്ങളും തൊഴിലവസരങ്ങളൊക്കെ തേടിയിട്ട് എന്ത് ചെയ്യലുണ്ട്? പലപ്പോഴും ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറാറുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ പറയണത്? ഗ്രാമവാസികൾ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അടുത്തുള്ള പട്ടണങ്ങളിലും അതുപോലെ തന്നെ നഗരങ്ങളിലും ഒക്കെയാണ് വിൽക്കുന്നത്. എന്നിട്ടോ അവർക്ക് സ്വയം വളർത്താനോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനോ ഒക്കെ കഴിയാത്ത അവശ്യ സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമവാസികൾ പല സാധനങ്ങൾക്കും അതുപോലെ തന്നെ സേവനങ്ങൾക്കും ഒക്കെ ആയിട്ട് നഗരങ്ങളെയും അതുപോലെ തന്നെ പട്ടണങ്ങളെയൊക്കെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. ഗ്രാമവാസികൾ പല സാധനങ്ങൾക്കും അതുപോലെ തന്നെ സേവനങ്ങൾക്കും ഒക്കെ ആയിട്ട് നഗരങ്ങളെയോ അല്ലെങ്കിൽ പട്ടണങ്ങളെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ പച്ചക്കറികൾ, ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ പാല് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നഗരവാസികൾ ഗ്രാമങ്ങളെയും ആശ്രയിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഗ്രാമങ്ങൾ നഗരങ്ങളെയും നഗരങ്ങൾ ഗ്രാമങ്ങളെയും ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, നഗരങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ അസംസ്കൃത വസ്തുക്കൾക്കായിട്ട് മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമങ്ങളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് തരംതിരിച്ചത് 1991 ഇന്ത്യൻ സെൻസസ് പ്രകാരം 94.7% ഗ്രാമങ്ങളിലും 500-ൽ താഴെയാണ് ജനസംഖ്യയുള്ളത് അല്ലേ. അപ്പോൾ 1991 സെൻസസ് നോക്കുകയാണെങ്കിൽ 94.7% ഗ്രാമങ്ങളിലും 500-ൽ താഴെ ജനസംഖ്യയാണ് ഉള്ളത്. അതുപോലെ ജനസംഖ്യയുടെ വലുപ്പം അനുസരിച്ച് ഗ്രാമങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് പറയണത് 26.5% ഗ്രാമങ്ങളിൽ 500-ൽ താഴെയാണ് ആളുകൾ താമസിക്കുന്നത് അല്ലേ. 26.5% മാത്രമാണ് 500-ൽ താഴെയാണ് ഗ്രാമങ്ങളിൽ ആളുകൾ താമസിക്കുന്നത്. അതുപോലെ രണ്ടാമത് പറയുന്നത് 48.8% ഗ്രാമങ്ങളിൽ ജനസംഖ്യ 500-നും അതുപോലെ തന്നെ 2000-നും ഇടയിലാണ് അല്ലേ. 48.8% ഗ്രാമങ്ങളിൽ ജനസംഖ്യ എന്ന് പറയുന്നത് 500-നും 2000-നും ഇടയിലാണ്. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്നത് 19.4% ഗ്രാമങ്ങളിലും 2000-നും 5000-നും ഇടയിലാണ് ജനസംഖ്യ. അപ്പോൾ ഒന്നാമത്തെ വർഗീകരണം എങ്ങനെയായിരുന്നു? 26.5% ഗ്രാമങ്ങളിൽ 500-ൽ താഴെ ആളുകൾ താമസിക്കുന്നത്. രണ്ടാമത്തേത് 48.8% ഗ്രാമങ്ങളിൽ ജനസംഖ്യ 500-നും അതുപോലെ തന്നെ 2000-നും ഇടയിലാണ്.
മൂന്നാമത്തെ ഒരു വർഗീകരണം എന്ന് പറയുന്നത് 19.4% ഗ്രാമങ്ങളിലും 2000-നും 5000-നും ഇടയിലാണ് ജനസംഖ്യ അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ ഏതാണ്ട് 50%-വും എന്താ പറയുക ഇടത്തരം ഗ്രാമങ്ങളാണ് ഉള്ളത്. അതുപോലെ ഇന്ത്യയിലെ ഗ്രാമങ്ങളെ മറ്റൊരു തരത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് ന്യൂക്ലിയേറ്റഡ് വില്ലേജും മറ്റൊന്ന് ഡിസ്പ്രസ്ഡ് വില്ലേജും. എന്താണ് ന്യൂക്ലിയേറ്റഡ് വില്ലേജ് പറഞ്ഞാൽ, ഗ്രാമങ്ങളിൽ പുരയിടവും ചുറ്റുമുള്ള കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമിയും ഉൾപ്പെട്ടിരിക്കും അല്ലേ. അതായത് കൃഷിയായിരിക്കും അവിടെ എന്ത് പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം. അതായത് 4 വശവും കൃഷിഭൂമിയിൽ ചുറ്റപ്പെട്ട അതിൻ്റെ നടുവശത്ത് എന്തുണ്ടാവും, ഒരു കോമ്പാക്റ്റ് പുരയിടങ്ങൾ അതുപോലെ ക്ലസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 4 ഭാഗവും കൃഷിയാൽ ചുറ്റപ്പെട്ടുള്ളതാണ് എന്ത് ന്യൂക്ലിയേറ്റഡ് വില്ലേജ്. ഇന്ത്യയിലെ മിക്ക ഗ്രാമങ്ങളും ഒക്കെ എന്താണ് ന്യൂക്ലിയേറ്റഡ് വില്ലേജുകളാണ്. അടുത്താണ് ഡിസ്പ്രസ്ഡ് വില്ലേജ് അല്ലേ. ഡിസ്പ്രസ്ഡ് വില്ലേജിൽ എന്താ പറയുന്നത്, ഒരു വലിയ പ്രദേശത്തെ കുടുംബങ്ങൾ വിതരണം ചെയ്യപ്പെടുമ്പോൾ കുറച്ച് വീടുകൾ ഓരോ ക്ലസ്റ്ററും കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമിയാൽ വേർതിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്പ്രസ്ഡ് വില്ലേജ് എന്ന് വിളിക്കുക അല്ലേ. ഒരു വലിയ പ്രദേശത്തെ കുടുംബങ്ങൾ എന്ത് ചെയ്യുക, വിതരണം ചെയ്യപ്പെടുമ്പോൾ കുറച്ച് വീടുകൾ ഓരോ ക്ലസ്റ്ററും കൃഷിയോഗ്യമായിട്ട് ഭൂമിയിൽ വേർതിരിക്കുക. അങ്ങനെ വേർതിരിക്കണേനാണ് ഡിസ്പ്രസ്ഡ് വില്ലേജ് പറയുക. ഇത്തരം വില്ലേജുകളൊക്കെ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ വടക്ക് കിഴക്കുള്ള ഹിൽ സെറ്റിൽമെൻറ്റിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയേറ്റഡ് ഗ്രാമങ്ങളിലൊക്കെ വന്യജീവികളിൽ നിന്ന് അതുപോലെ തന്നെ കൊള്ളക്കാരിൽ നിന്നൊക്കെ ഗ്രാമത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാ നിവാസികളുടേതുമാണ്. എന്നാൽ ഡിസ്പ്രസ്ഡ് വില്ലേജുകളിൽ ഓരോ ഫാമും ശത്രുക്കളിൽ നിന്നൊക്കെ സ്വയമാണ് സംരക്ഷിക്കേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അംശം, ദേശം ആൻഡ് വില്ലേജ് കമ്മ്യൂണിറ്റി. പ്രീവിയസിൽ 5 മാർക്കിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പം നോക്കാം, ഒരു ഗ്രാമത്തിലെ ഏറ്റവും അടിസ്ഥാന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള യൂണിറ്റുകളാണ് ഈ അംശം, ദേശം എന്ന് പറയുന്നത് അല്ലേ. അതായത് പ്രാദേശിക തലവന്മാരുടെ രാഷ്ട്രീയ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അംശത്തെയും ദേശത്തെയും തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അധികം ദേശങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ള പ്രാദേശിക മേധാവികളെയാണ് ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും ഉയർന്നിട്ടുള്ള ഭൂ ഉടമകളായിട്ട് കണക്കാക്കൽ. ഏറ്റവും ദേശം ആർക്കാണെന്ന് വെച്ചാൽ അവരെയാണ് എന്ത് ചെയ്യുള്ളത്, ആ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഭൂ ഉടമയായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇത് വള്ളുവനാട് പ്രദേശത്ത് ഒരു പ്രാദേശിക പ്രമാണിയുടെ ഉടമസ്ഥയിലുള്ള ഭൂരിഭാഗം ദേവതകൾ അതുപോലെ ഒരു ക്ഷേത്രത്തിൽ സ്വന്തം പ്രതിഷ്ഠ ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ ചെറിയ ക്ഷേത്രങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാധാരണ ക്ഷേത്രം ഈ പ്രമാണിയുടെ ഭരണത്തിന് കീഴിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വള്ളുവനാട് എന്നുള്ള പ്രദേശത്ത് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ഭൗമരാഷ്ട്രീയം നിർണ്ണയിക്കാനൊക്കെ ദേശത്തിൻ്റെ പ്രാദേശിക വർഗീകരണം എന്ന് പറയുന്നത് പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അംശം എന്ന് പറയുന്നത് ഇന്ത്യൻ വില്ലേജുകളുടെ ചെറിയ ഉപവിഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അംശം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വില്ലേജുകളുടെ ഒരു ചെറിയ ഉപവിഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ജില്ലകളായിട്ടും അതുപോലെ തന്നെ ജില്ലകൾ എന്ത് ചെയ്തിട്ടുണ്ട്, താലൂക്കുകളായിട്ടും അതുപോലെ താലൂക്കുകളെ പഞ്ചായത്തുകളായിട്ടും പഞ്ചായത്തുകളെ വില്ലേജുകളായിട്ടും വില്ലേജുകളെ അംശങ്ങളായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വില്ലേജിലെ ജനസംഖ്യ എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അംശങ്ങളെ നിർണ്ണയിക്കണം. ഒരു വില്ലേജിലെ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യുന്നത്, അംശങ്ങളെ നിർണ്ണയിക്കുന്നത്. അതായത് ഒരു വില്ലേജിലെ 2 മുതൽ 8 വരെ അംശങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഒരു വില്ലേജിൽ 2 മുതൽ 8 വരെ അംശങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രാജൻ ഗുരുക്കൾ പറയുന്നത് അനുസരിച്ചിട്ട് ക്ഷേത്രം അക്കാലത്തെ ഭൂപ്രകൃതിയായിട്ട് മാറുകയും AD 1-ാം സഹസ്രാബ്ദത്തിൻ്റെ അവസാനത്തോടെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ സാമൂഹിക മതജീവിതത്തിൻ്റെയും ഒക്കെ മേഖലയിൽ കേന്ദ്രസ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അതിൻ്റെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലൊക്കെ ഉള്ളതുമായിട്ട് എന്താ പറയുക ഭാരിക്കുന്ന പ്രഭുക്കന്മാരുടെ കൈവശമുള്ള കിരീട ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്, ചെരിക്കൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അതുപോലെ തന്നെ ബ്രാഹ്മണരുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണെങ്കിലോ അതിനെ ബ്രഹ്മസ്വം എന്നുള്ള പേരിലാണ് അറിയപ്പെടുക അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞത്, ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതും അതിൻ്റെ നിയന്ത്രണത്തിലുള്ളതുമായിട്ട് ഭരിക്കുന്ന പ്രദേശം എന്താ പറയുക പ്രഭുക്കന്മാരുടെ കൈവശമുള്ളതിനെ അല്ലേ അങ്ങനത്തെ ഭൂമിനെ എന്താ വിളിക്കുക, ചെരിക്കൽ എന്നാണ് വിളിക്കുക. എന്നാൽ ബ്രാഹ്മണരുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണെങ്കിലോ അതിനെ ബ്രഹ്മസം എന്നുള്ള ഇതാണ് വിളിക്കുക. അതുപോലെ തന്നെ വ്യാപാരികൾ കൈവശം ഭൂമിയാണെങ്കിലോ അതിനെ എന്താ പറയുക കരാൻമായി അല്ലേ കാരൻമായി എന്നാണ് വിളിക്കുക. കാരൻമായി KARANMAI എന്നാണ് അങ്ങനെയാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഭാരവാഹി
ഭാരവാഹികൾ ഒരു പ്രത്യേക ദേവതയോടും അതുപോലെ തന്നെ തൻ്റെ പ്രദേശത്തെ വിവിധ ദേവതകളുടെ നിയന്ത്രണം കൈവശം വെച്ചിരിക്കുന്ന പ്രമാണിയോടും ഒക്കെ കടപ്പാട് കാണിക്കുന്ന രീതി എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ വാർഷികോത്സവങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിഫലിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ദേവത എന്ത് ചെയ്യുക ഒരു ഭൂപ്രഭുക്കന് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, അവർ കൈവശം വെച്ചിട്ടുള്ള ആളാണെങ്കിൽ അവരോടൊരു പ്രത്യേക കടപ്പാട് കാണിക്കേണ്ട ഒരവസ്ഥ. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള മാനങ്ങൾ കൂടാതെ തന്നെ ക്ഷേത്രങ്ങളുടെ പേരിലുള്ള നിയന്ത്രണം എന്താണ് രാഷ്ട്രീയ അധികാരം നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രമാണിമാരോടുള്ള പ്രാദേശിക ജനതയുടെ കടപ്പാട് എന്താണ് ഭൂബന്ധങ്ങളിലൊക്കെ ഒതുങ്ങാനോ അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ വ്യാപിച്ചതായിട്ട് ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംശാധികാരി, മേനോന്, കോൽക്കാരന് തുടങ്ങിയ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഓരോ ദേശവും എന്ത് ചെയ്യുന്നത് ഇന്ന് നിലനിൽക്കുന്നത്. എല്ലാ ദേശവും എന്താണ് അംശവും എന്താ പറയുക തഹസിൽദാറിന്റെ നേതൃത്വം നൽകുന്നതാണ് അല്ലേ. അതായത് തഹസിൽ അഫിലിയേറ്റഡ് ചെയ്തതായിരിക്കും. അപ്പോൾ എല്ലാ ദേശവും അംശവും ഒക്കെ എന്താണ് തഹസിൽദാറുടെ നേതൃത്വത്തിൽ ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് തന്നെ എന്തുണ്ട് ദേശങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് പ്രസന്റ് ക്ലാസിഫിക്കേഷൻ അല്ലേ, നിലവിലുള്ള ഒരു വർഗീകരണം. അതായത് 28 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങുന്ന ഒരു വലിയ രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങുന്ന ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ. ഈ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 2001 സെൻസസ് സമയത്ത് 593 ജില്ലകളാണ് ഉണ്ടായിരുന്നത് അല്ലേ. 1991 കണക്ക് നോക്കുകയാണെങ്കിൽ 467 ജില്ലയാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് 2001 ആയപ്പോൾ എത്രയായി 593 ജില്ലയായി. അതുപോലെ തന്നെ ഓരോ ജില്ലയെയും ഉപജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ഓരോ ജില്ലയിലും എന്ത് ചെയ്തിട്ടുണ്ട് ഉപജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് തഹസിൽ, അതുപോലെ താലൂക്ക്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ബ്ലോക്ക്, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക മണ്ഡല്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള പേരിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഓരോ ഉപജില്ലകളും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റൂറൽ ഏരിയയിലെ ഗ്രാമങ്ങളും അർബൻ ഏരിയയിലെ പട്ടണങ്ങളും ഒക്കെ ഭരണത്തിന്റെ ഏറ്റവും താഴ്ന്ന പ്രൈമറി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളാണ് അല്ലേ. റൂറൽ ഏരിയയിലെ ഗ്രാമങ്ങളും അതുപോലെ തന്നെ അർബൻ ഏരിയയിലെ പട്ടണങ്ങളും ഒക്കെ എന്താണ് ഭരണത്തിന്റെ ഏറ്റവും താഴ്ന്ന പ്രൈമറി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളാണ്. അതുപോലെ തന്നെ 2001 സെൻസസ് പ്രകാരം രാജ്യത്ത് ഏകദേശം 5161 പട്ടണങ്ങളുണ്ട് അല്ലേ. 2001 സെൻസസ് നോക്കുകയാണെങ്കിൽ രാജ്യത്ത് ഏകദേശം എത്ര പട്ടണങ്ങളുണ്ട് 5161 പട്ടണങ്ങളുണ്ട്. ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി ടൗണുകളും ഉണ്ട്, അതുപോലെ തന്നെ സെൻസസ് അംഗീകരിച്ചിട്ടുള്ള പട്ടണങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നഗരങ്ങളുടെ എണ്ണവും ജനസംഖ്യയും ഒക്കെ എന്താണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നഗരങ്ങളെ മുൻപിൽ എന്താ പറയുക മുനിസിപ്പാലിറ്റി, കോർപ്പറേഷന്, മെട്രോ നഗരങ്ങൾ, മെട്രോപൊളിറ്റൻ നഗരങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നഗരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷന്, മെട്രോ നഗരങ്ങൾ, മെട്രോപൊളിറ്റൻ നഗരങ്ങൾ എന്നൊക്കെ ഉള്ള പേരിൽ തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ 2001 സെൻസസ് സമയത്ത് രാജ്യത്ത് ഏകദേശം 6.39 എന്താ പറയുക ലക്ഷം ഗ്രാമങ്ങൾ ഉണ്ട് അല്ലേ. ഇത് 2001 സെൻസസ് സമയത്ത് രാജ്യത്ത് ഏകദേശം 6.39 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. ഇതിൽ 44,856 എന്താണ് ജനവാസമില്ലാത്ത ഏരിയകളാണ് അല്ലേ. ഇതിൽ 44,856 എന്താണ് ജനവാസം ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം, ഭൂമിയിലെ വെള്ളത്തിന്റെ ലഭ്യത എന്നിവയൊക്കെ ആശ്രയിച്ചിട്ടാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് അല്ലേ. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം, ഭൂമിയിലെ വെള്ളത്തിന്റെ ലഭ്യത എന്നിവയൊക്കെ ആശ്രയിച്ചിട്ട് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങൾക്ക് എന്തുണ്ടാവും വ്യത്യാസം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്ക്വിഷ് ഫീച്ചേഴ്സ് ഓഫ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി അല്ലേ. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം വേർതിരിക്കുന്ന കുറച്ച് സവിശേഷതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അതിലൊന്നാമത്താണ് റിലീജിയൻ, രണ്ടാമത്തത് കാസ്റ്റ്, മൂന്നാമത്തത് ഫാമിലി, നാലാമത്തത് ഒക്കുപ്പേഷൻ, അഞ്ചാമത്തത് എക്കണോമി, ആറാമത്തത് ലേബർ, അതുപോലെ തന്നെ ഏഴാമത്തത് ലീസർ, അതുപോലെ 8 ടെക്നോളജി. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് റിലീജിയൻ അല്ലേ. അതായത് എന്താണ് ഗ്രാമീണരുടെ ജീവിതത്തിൽ മതം എന്ന് പറയുന്നത് എന്താണ് ഒരു സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ജനനം, മരണം, വിവാഹം, കൃഷി ഇറക്കൽ, വിളവെടുപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും എന്താണ് മതത്തിന്റെ സ്വാധീനം ഗ്രാമങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ മതത്തിലുള്ള വിശ്വാസം വളരെ ശക്തമായിട്ടാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിലും പരസ്പരം ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നതിലൊക്കെ മനുഷ്യർ ആചാരങ്ങളെ
പദങ്ങളെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 19-20 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായിക പുരോഗതിയൊക്കെ മതവിശ്വാസങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. 19-20 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായിക പുരോഗതിയൊക്കെ മതവിശ്വാസങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരങ്ങളിലെ മതം എന്ന് പറയുന്നത് എന്താണ്, സാമൂഹ്യ സ്ഥാപനത്തിന് പ്രാധാന്യം കുറച്ച് കുറവാണ് അല്ലേ. നഗരത്തിൽ മതം എന്ന് പറയുന്നതിന് കുറച്ച് പ്രാധാന്യം കുറവാണ്. നഗരവാസികൾക്ക് മതപ്രതിബദ്ധത കുറവാണ്. അതുപോലെ തന്നെ അവർ മതവിശ്വാസത്തോടും മതത്തിൻ്റെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടൊക്കെ വിമുഖത കാണിക്കുന്നവരാണ് എവിടെയുള്ളവർ, നഗരങ്ങളിൽ ഉള്ളവർ അല്ലേ. ഇനി രണ്ടാമത്താണ് ജാതി അല്ലെ, കാസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്, കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്, കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ സാമൂഹ്യ വർഗീകരണത്തിന്റെ ഘടനയെ ചിത്രീകരിക്കുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, ഒരു ആശയം എന്ന നിലയിലും എന്ത് ചെയ്യുന്നുണ്ട്, വീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജാതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് എന്താണ്, വലിയ പ്രാധാന്യം തന്നെ ഉണ്ട്. അതുപോലെ ഗ്രാമങ്ങളിലെ സാമൂഹ്യ ബന്ധങ്ങൾ എന്താണ് നിർണ്ണയിക്കുന്നത്, ജാതിയാണ് അല്ലേ. ഗ്രാമങ്ങളിൽ സാമൂഹ്യ ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതൊക്കെ ജാതിയാണ്. അതുപോലെ ഒരാളുടെ സാമൂഹ്യ പദവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് എന്തുണ്ട്, ജാതിക്ക് ഉണ്ട് അല്ലേ. ഒരാളുടെ സാമൂഹ്യ പദവി നിർണ്ണയിക്കുന്നതിലൊക്കെ ജാതിക്ക് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തോടെ നഗരങ്ങളിലെ സ്ഥാപനങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അതായത് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തോട് കൂടിയിട്ട് നഗരങ്ങളിലെ ഈ ഒരു ജാതി എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ എന്താണ്, ജാതിയുടെ സ്വാധീനം കുറവാണ് അല്ലേ. ഗ്രാമങ്ങളുടെ അത്രയല്ല നഗരങ്ങളിൽ ജാതിയുടെ സ്വാധീനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നഗരവാസികൾക്കിടയിൽ എന്താണ്, പുതിയൊരു ലോക വീക്ഷണം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നഗരങ്ങളിൽ എന്താണ്, ഉയർന്ന ജാതിക്കാരും അതുപോലെ തന്നെ ഉപരിവർഗവുമാണ് എല്ലാ അവസരങ്ങളൊക്കെ നേടിയെടുക്കുന്നത് അല്ലേ. അതാണ് ജാതിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ഫാമിലി. ഗ്രാമപ്രദേശങ്ങളിലെ കൂട്ടുകുടുംബ സമ്പ്രദായത്തിന് നഗര സ്വാധീനത്താൽ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ കൃഷി രീതിയിൽ, തൊഴിൽപരമായ വൈവിധ്യവൽക്കരണത്തിൽ ഒക്കെ വരുന്ന മാറ്റങ്ങളോട് കൂടിയിട്ട് കുടുംബ വ്യവസ്ഥിതി എന്തായി, അണുകുടുംബമായിട്ട് ശിഥിലമായിട്ട് മാറിയില്ലേ. അതുപോലെ തന്നെ വിവാഹവും കുടുംബം എന്ന് പറയുന്നത് എന്താണ്, സാമൂഹ്യ ജീവിതത്തിന്റെ രണ്ട് പ്രധാന വശങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ ഇണയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ജാതി മാനദണ്ഡങ്ങളൊക്കെ എന്താണ്, കുറച്ച് ഉള്ളതാണ്. അതുപോലെ സന്നദ്ധ സംഘടനകൾ മിശ്രജാതി വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൽഫലമായിട്ട് നഗരപ്രദേശങ്ങളിൽ മുമ്പത്തേക്കാൾ കൂടുതൽ ജാതിയും മതവും തമ്മിലുള്ള വിവാഹങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട് അല്ലേ. അതുപോലെ തന്നെ കൂട്ടുകുടുംബങ്ങൾ നഗരപ്രദേശങ്ങളിൽ തകരുന്നതായിട്ട് പറയുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും എന്തുണ്ട്, കൂട്ടുകുടുംബം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൽഹിയിലെ കാട്രിസ്, അതുപോലെ മദ്രാസിലെ ചെട്ടിയാർസ്, ഇവിടെയൊക്കെ എന്താണ്, കൂട്ടുകുടുംബം ഇപ്പോഴും തുടരുന്ന ജാതികളാണ്. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലെ എന്താ പറയുക, ദ്രുതഗതിയിലുള്ള സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾ കാരണം ഗ്രാമീണ സമൂഹങ്ങളിൽ വളരെയധികം മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. നഗരപ്രദേശങ്ങളിൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളൊക്കെ എന്താണ്, അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാരണം ഗ്രാമീണ സമൂഹങ്ങളിൽ വളരെയധികം തന്നെ എന്തിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകൾ കുടിയേറുമ്പോൾ ഗ്രാമീണ കൂട്ടുകുടുംബ ഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിന്റെ വലുപ്പം കുറയാണ്. അതുപോലെ തന്നെ ബന്ധത്തിന്റെ സ്വഭാവവും കുറയുന്നുണ്ട്. അതുപോലെ ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ കുടുംബം സമൂഹങ്ങളിൽ വൻ തോതിലുള്ള മാറ്റത്തിനാണ് വിധേയമാകുന്നത്. അതുപോലെ അടുത്തതാണ് ഒക്കുപേഷനിൽ പറയുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെ നഗര വ്യാവസായികവൽക്കരണത്തിന്റെയും ആസൂത്രിത വികസനത്തിന്റെയും ഒക്കെ തോത് 1990 വരെ ഇന്ത്യയിൽ തൊഴിൽ ഘടനയിൽ കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ. അതായത് 1901 അതുപോലെ തന്നെ 1971 ഒക്കെ ഇടയിൽ കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ ശതമാനം നിശ്ചലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മൊത്തം എന്താ പറയുക, തൊഴിൽ ശക്തിയുടെ 69.4%, അതേപോലെ തന്നെ 69.7% കാർഷിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അതുതന്നെ ഈ ഒരു കാലയളവിൽ നഗര ജനസംഖ്യയുടെ ശതമാനം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ സർവീസ് സെക്ടർ എന്നീ മേഖലകളിലൊക്കെ തൊഴിൽ ശക്തിയുടെ ശതമാനത്തിൽ എന്താണ്, അതിനനുസരിച്ചുള്ള വർധനവ് ഉണ്ടായിട്ടില്ല. എന്നാൽ 2001 ആകെ 51 തൊഴിലാളികൾ മാത്രമാണ് കാർഷിക മേഖലയിൽ ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ 2001 ആയപ്പോൾ 51% മാത്രമാണ് എന്തിൽ ജോലി ചെയ്യുന്നത്, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നത്. അതുപോലെ ഇത് വ്യക്തമാക്കുന്നത് എന്താണ്, തൊഴിൽ സേനയുടെ ഘടന കാർഷിക മേഖലയിൽ നിന്ന് കാർഷികേതര മേഖലയിലേക്ക് മാറുന്നു അല്ലേ. കാർഷിക മേഖലയിൽ ഒഴിവാക്കിയിട്ട് കാർഷികേതര മേഖലയിലേക്ക് ആളുകൾ എന്താ പറയുക മാറുകയാണ് ചെയ്യുന്നത്. അതായത് നഗരങ്ങളിൽ നിന്ന് കൂടുതൽ പേരും ഗ്രാമങ്ങളിലേക്ക് കുടിയേറുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രാഥമിക കൃഷി, ഗാർഹിക വ്യവസായം, അതുപോലെ തന്നെ ദ്വിതീയ നിർമ്മാണവും സംസ്കരണവും, അതുപോലെ തൃതീയത്തിൽ വാണിജ്യവും സേവനവും, ഇങ്ങനത്തെയൊക്കെ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന നഗരങ്ങളിലെ തൊഴിലാളികളുടെ ശതമാനം 1993 1994 16.831 അതേപോലെ 52.1% അല്ലേ. അപ്പോൾ 1993-94 കാലഘട്ടത്തിൽ 16.831 അതുപോലെ തന്നെ 52.1% പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൊക്കെ. അതുപോലെ തന്നെ ഈ 3 മേഖലകളും ഒരേ കാലയളവിൽ ഏർപ്പെട്ടിരിക്കുന്ന മൊത്തം തൊഴിലാളികളിൽ 67.5%, അതുപോലെ തന്നെ 12.0%, 20.5% എന്നിങ്ങനെ രീതിയിലാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു എന്താ പറയുക ഡിസ്റ്റിങ്ക്വിഷ് ഫീച്ചേഴ്സ് ആണ് എക്കണോമി എന്ന് പറയുന്നത് അല്ലേ. നഗരവൽക്കരണത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പത്തിക വികസനവും നടക്കുന്നുണ്ട് അല്ലേ. സാമ്പത്തിക വികസനത്തിന്റെ സ്വാഭാവികവും അനിവാര്യവുമായിട്ടുള്ള അനന്തര ഫലമാണ് എന്ത്, നഗരവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ നഗരവൽക്കരണം സാമ്പത്തിക വികസനത്തിനൊപ്പം തന്നെ ഉണ്ട്. അതുപോലെ സാമ്പത്തിക വികസനം പ്രധാനമായിട്ടും ഗ്രാമീണ മേഖലയിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള തൊഴിലാളികളും മറ്റ് ഇൻപുട്ടുകളിലും വൻ തോതിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നഗരവൽക്കരണത്തെക്കുറിച്ചിട്ടുള്ള ദേശീയ കമ്മീഷൻ ഇന്ത്യൻ നഗരങ്ങളെയും പട്ടണങ്ങളുടെയും സാമ്പത്തിക പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക വികസനത്തിനുള്ള ഒരു ഉത്തേജകമായിട്ട് നഗരവൽക്കരണത്തെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീഹാറിലെ ജംഷഡ്പൂർ പോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഉരുക്കു നഗരങ്ങളിൽ ഒന്ന് പ്രാദേശിക അധിനിവാസികളായിട്ടുള്ള സാന്താളുകൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോലികൾ അല്ലെങ്കിൽ തൊഴിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താരതമ്യേന ഒറ്റപ്പെട്ടിരുന്ന ഈ ഗോത്രവർഗ്ഗക്കാർക്കൊക്കെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സമ്പർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം മധ്യപ്രദേശിലെ ബിലാൽ, ഒറീസയിലെ റൂർക്കല, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ എന്നീ 3 ഉരുക്ക് നഗരങ്ങളൊക്കെ കൂടി ഉയർന്നു വന്നു. അതുപോലെ തന്നെ ഈ ഉരുക്ക് ഫാക്ടറികളുടെ ആവിർഭാവം അഭിവൃദ്ധി മാത്രമല്ല ഈ പ്രദേശത്തിന്റെ മുഴുവൻ സാമൂഹ്യ സാഹചര്യങ്ങളെയും പരിഷ്കരിക്കുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു, പിന്നെ സമ്പന്നമായിട്ട് മാറി. അടുത്തതാണ് ലേബർ എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗ്രാമീണ സമൂഹങ്ങൾ പ്രധാനമായിട്ടും എന്താണ്, കാർഷിക സ്വഭാവമുള്ളതാണ് അല്ലേ. കാർഷിക ആയിരിക്കും അവിടെ പ്രധാനമായിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അതുപോലെ വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും മൂലമൊക്കെ ഗ്രാമീണ യുവാക്കൾ എന്ത് ചെയ്തു, കൃഷിക്ക് പുറത്തുള്ള ഉപജീവന മാർഗങ്ങൾ തേടാൻ തുടങ്ങി അല്ലേ. കൃഷിയല്ലാത്ത കാർഷികേതര മേഖലകളിലൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങി. അതുപോലെ വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നൊക്കെ കാർഷിക ഉൽപ്പാദനം കുറയാനാണ് കാരണമായത്. അതുപോലെ തന്നെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള ഉപജീവന മാർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് കാർഷികേതരമായിട്ടുള്ള ഉപജീവന മാർഗം തേടിയിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ദ്വിതീയ, തൃതീയ മേഖലകളിലൊക്കെ വളർച്ച ഈ വിഭാഗങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ആഗിരണം ചെയ്യാൻ കാരണമായി. അതുപോലെ തന്നെ സമകാലിക ഇന്ത്യൻ സമൂഹത്തിലൊക്കെ ദ്വിതീയ, തൃതീയ മേഖലകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. അടുത്തതാണ് ടെക്നോളജി അല്ലേ. ആശയവിനിമയ സാങ്കേതിക വിദ്യയിൽ വേഗത്തിലുള്ള വികസനം എന്ത് ചെയ്യുന്നുണ്ട്, മത്സരപരവും അതുപോലെ തന്നെ ലാഭകരവുമായിട്ടുള്ള പ്രവർത്തനം എന്നീ നിലയിലൊക്കെ വിനോദത്തിനൊക്കെ ഉത്തേജനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയണത്, വൻതോതിൽ ലാഭം നേടാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു മേഖലയായിട്ട് ഈ വാണിജ്യ വിനോദം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലിവിഷന്, റേഡിയോ, ഇന്റർനെറ്റ് എന്നിവ ഉപയോഗിച്ചിട്ടുള്ള വിനോദ പരിപാടികളൊക്കെ എന്താണ് വിവിധ കമ്പനികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇതിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, വലിയ ലാഭങ്ങളൊക്കെ നേടുന്നത്. അതുപോലെ തന്നെ നഗരത്തിൽ വളർന്നു വരുന്നിട്ടുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ, വലിയ മാളുകൾ അല്ലേ, വലിയ മാളുകളൊക്കെ ഉള്ളത് വാണിജ്യ വിനോദത്തിന്റെ വളർച്ചയുടെ ഫലങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങൾ എന്താണ് സാങ്കേതിക വിദ്യയിൽ വളരെ പിന്നോക്കമാണ് നിൽക്കുന്ന കാണുന്നത് അല്ലേ. നഗരങ്ങളിലാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ച കൂടുതലായിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്ന് പറയുന്നത് കുറവാണ്.
അടുത്തതാണ് ലേസർ എന്ന് പറയുന്നത് അല്ലേ. അതിലെന്താ പറയണത്, അതായത് ഗ്രാമീണരുടെയും നഗരവാസികളുടെയും ഒക്കെ വിനോദങ്ങൾ തമ്മിൽ എന്താണ് ധാരാളം വ്യത്യാസങ്ങളുണ്ട് അല്ലേ. നഗരത്തിലെ ആളുകൾ എന്താണ് സ്പോർട്സ് തിയേറ്ററുകളിലും ഒക്കെ പോയിട്ട് സിനിമ കാണുക, അതുപോലെ പാർക്കുകളിൽ ബീച്ചുകളിലൊക്കെ പോയിട്ടാണ് അവർ വിനോദം എന്ത് ചെയ്യുന്നത്, ആസ്വദിക്കുന്നത്. അതുപോലെ ഗോൾഫ്, അതുപോലെ സ്നൂക്കുകൾ, ക്ലബ്ബുകൾ, മാളുകൾ, ഇതൊക്കെ എന്താണ് നഗരവാസികളുടെ വിനോദമായിട്ടുള്ള മേഖലകളാണ് അല്ലേ. എന്നാൽ ഗ്രാമീണരുടെ വിനോദം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലേ. ഗ്രാമീണർ പിന്നെ ബീച്ചിലും പാർക്കിലും ഒക്കെ പോകാൻ എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അവരെന്താണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ പിന്നെ എന്ത് ചെയ്യുന്നത് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റൂറലും അതുപോലെ തന്നെ അർബണും തമ്മിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വ്യൂസ് ഓൺ അർബൺ സോഷ്യൽ ലൈഫ് അല്ലേ. അത് കുറേ മാക്സ് വെബറിൻ്റെ ഉണ്ട്, കാൾ മാക്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ എമിൽ ഡെർക്കിമിൻ്റെ ഉണ്ട്, അതുപോലെ ഫെർഡിനാൻഡ് ടെന്നീസിൻ്റെ ഉണ്ട്, ജോർജ് സിമ്മലിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം മാക്സ് വെബറിൻ്റെ നോക്കാം അല്ലെ. വ്യൂസ് ഓൺ അർബൺ സോഷ്യൽ ലൈഫിൽ ആദ്യം മാക്സ് വെബറിൻ്റെത് ദ സിറ്റി ആൻഡ് ദ ഗ്രോത്ത് ഓഫ് റേഷണാലിറ്റി. എന്താണ് അദ്ദേഹത്തിൻ്റെത്, ദ സിറ്റി ആൻഡ് ദ ഗ്രോത്ത് ഓഫ് റേഷണാലിറ്റി അല്ലേ. വെബർ നഗരത്തിന്റെ സാമൂഹ്യ ഘടനയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. വെബർ നഗരത്തിന്റെ സാമൂഹ്യ ഘടനയെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർബൺ കമ്മ്യൂണിറ്റിയെ ഐഡിയൽ ടൈപ്പായിട്ടാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ അർബൺ കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഐഡിയൽ ടൈപ്പായിട്ടാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെബർ നഗര സമൂഹത്തെ ചില തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നഗര സമൂഹത്തിന് ചില ആവശ്യ ഘടകങ്ങളുണ്ട്. ആ ആവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ അല്ലേ. എന്തൊക്കെയാണ് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ എന്നാണ് ഒന്നാമത്തെ പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിപണന കേന്ദ്രം അല്ലേ. രണ്ടാമത്തേത് ഭാഗിക രാഷ്ട്രീയ സ്വയംഭരണം. എന്താണ് ഭാഗിക രാഷ്ട്രീയ സ്വയംഭരണം. മൂന്നാമത് പറയുന്നത് സ്വന്തം കോടതിയും നിയമങ്ങളും അല്ലേ. എന്താ പറയുക, സ്വയം കോടതിയും നിയമങ്ങളും. നാലാമത്തേത് പറയുന്നത് എന്താ പറയുക, സ്വയം പ്രതിരോധത്തിനുള്ള സൈനിക സ്വയം പര്യാപ്തത അല്ലെ. സ്വയം പ്രതിരോധത്തിനുള്ള സൈനികമായിട്ടുള്ള സ്വയം പര്യാപ്തത. അഞ്ചാമത്തത് പറയുന്നത് ജനങ്ങൾ സാമൂഹ്യ ബന്ധമായിട്ട് അല്ലെ, സാമൂഹ്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന അസോസിയേഷനുകളും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളും അല്ലെ. അപ്പോൾ ഒന്നെന്താ പറഞ്ഞത് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ, രണ്ടാമത്തത് ഭാഗിക രാഷ്ട്രീയ സ്വയംഭരണം, മൂന്നാമത്തത് സ്വയം കോടതിയും എന്താ പറയുക നിയമങ്ങളും, നാലാമത്തത് സ്വയം പ്രതിരോധത്തിനായിട്ടുള്ള സൈനിക പര്യാപ്തത, അഞ്ചാമത്തത് ജനങ്ങൾ സാമൂഹ്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന അസോസിയേഷനുകളും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളും. അതുപോലെ തന്നെ നഗരങ്ങൾ വലിയ പ്രക്രിയകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും വെബർ നിർദ്ദേശിക്കുന്നുണ്ട് അല്ലെ. നഗരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ പ്രക്രിയകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം അതിനൊരു ഉദാഹരണം പറയുന്നത് സാംസ്കാരികവും അതുപോലെ തന്നെ ചരിത്രപരവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിർണ്ണയിക്കപ്പെടുന്ന സാമ്പത്തിക അല്ലെങ്കിൽ രാഷ്ട്രീയ ദിശാബോധവും നഗരത്വവുമാണ് അദ്ദേഹം അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നഗരങ്ങളിലെ മനുഷ്യരുടെ അവസ്ഥ എന്താണ്, സാമ്പത്തിക ഘടനയുടെ ഫലമാണെന്ന് വാദിച്ചിട്ടുള്ള മാക്സിന്റെയും ഏംഗൽസിന്റെയും കാഴ്ചപ്പാടുകളൊക്കെ വെബർ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നഗരങ്ങളെ മറ്റു നഗരങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ ദ സിറ്റി ആൻഡ് ദ ഗ്രോത്ത് ഓഫ് റേഷണാലിറ്റീസ് എന്ന് പറയുന്ന വ്യൂ. ഇനി രണ്ടാമത്തതാണ് എമിൽ ഡർക്കിം അല്ലെ. എമിൽ ഡർക്കിമിന്റെ ഡിവിഷൻ ഓഫ് ലേബർ ദ മോറൽ ബേസിസ് ഓഫ് ദ കമ്മ്യൂണിറ്റി അല്ലെ. എന്താ പറഞ്ഞ ഡിവിഷൻ ഓഫ് ലേബർ ദ മോറൽ ബേസിസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. എമിൽ ഡർക്കിം അദ്ദേഹത്തിന്റെ ഡിവിഷൻ ഓഫ് ലേബർ സൊസൈറ്റി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നഗരവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. അതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നഗരവൽക്കരണത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ഓർഗാനിക് സോൾഡാരിറ്റി അതുപോലെ തന്നെ ഓർഗാനിക് സോൾഡാരിറ്റി അല്ലെങ്കിൽ നഗരവൽക്കരണത്തിന്റെ സവിശേഷതകളൊക്കെ വിവരിക്കാൻ അദ്ദേഹം എന്തുണ്ട്, ശ്രമിക്കുന്നുണ്ട് അല്ലെ. അതായത് എന്താ പറയുക, യാന്ത്രിക ഐക്യം ജൈവിക ഐക്യത്തെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്താണ് ജൈവിക ഐക്യം അല്ലെങ്കിൽ ഓർഗാനിക് സോൾഡാരിറ്റി നിലനിൽക്കുന്ന സമൂഹത്തിൽ പ്രത്യേകതയായിട്ടുള്ള വൈവിധ്യം, അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള തൊഴിൽ വിഭജനം, വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വം എന്നിവയൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരവൽക്കരണത്തിന്റെ ഫലമായിട്ട് പരസ്പരം ആശ്രയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാമൂഹ്യ ഐക്യത്തെയാണ് എമിൽ ഡർക്കിം ജൈവിക ഐക്യം എന്നുള്ളത് വിളിച്ചത് അല്ലെ. ജൈവിക ഐക്യം എന്ന് അദ്ദേഹം വിളിച്ചത് നഗരവൽക്കരണത്തിന്റെ ഫലമായിട്ട് പരസ്പരം ആശ്രിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹ്യ ഐക്യത്തെയാണ് അദ്ദേഹം ജൈവിക ഐക്യം എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ
എന്താ പറയുന്നത്, നഗരങ്ങളുടെ നഗരവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെയും സ്വഭാവത്തെയും കുറിച്ചിട്ടൊക്കെ ഒരു വിശദീകരണം എമിൽ ഡർക്കിം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർബൻ സോഷ്യോളജിയിൽ വലിയ തോതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളെയും തടസ്സപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം കരുതിയില്ലേ. അർബൻ സോഷ്യോളജിയിൽ വലിയ തോതിലുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെയും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം കരുതിയിട്ടുള്ളത്. അതുപോലെ സങ്കീർണമായിട്ടുള്ള നഗരവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് ഐക്യം, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐക്യം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സോളിഡാരിറ്റി അല്ലെ, ഗ്രൂപ്പ് ഐക്യം അല്ലെങ്കിൽ ഗ്രൂപ്പ് സോളിഡാരിറ്റി പുതിയ സാമൂഹ്യ ജീവിതത്തിൻ്റെയൊക്കെ ആവിർഭാവത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നാണ് ഡർക്കിം വാദിച്ചത്. അതുപോലെ തന്നെ ഉയർന്നു വരുന്ന സാമൂഹ്യ ക്രമീകരണങ്ങളുടെ വികാസവും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള സ്പെഷ്യലൈസേഷനും ഒക്കെ അർത്ഥമാക്കുന്നത് എന്താ പറയുക, പരമ്പരാഗത ജീവിത രീതി കുറക്കുകയും അതുവഴി സാമൂഹികവും അതുപോലെ തന്നെ ധാർമ്മികവുമായിട്ടുള്ള ശിഥിലീകരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഈ സാമൂഹ്യ വിയോജനത്തിന് അദ്ദേഹം വിളിച്ചത് എന്താണ്, അനോമി എന്നാണ് വിശേഷിപ്പിച്ചത് അല്ലെ. അദ്ദേഹം പറഞ്ഞത് ഉയർന്നു വരുന്ന സാമൂഹ്യ ക്രമീകരണങ്ങളുടെ വികാസവും തൊഴിൽപരമായിട്ടുള്ള സ്പെഷ്യലൈസേഷനുകളൊക്കെ അർത്ഥമാക്കുന്നത് പരമ്പരാഗത ജീവിത രീതി കുറക്കുകയും അതുവഴി സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള ശിഥിലീകരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണ്, അനോമി എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ സാമൂഹ്യ ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം അനോമി എന്ന് പറയുന്ന അവസ്ഥക്ക് കാരണമാകുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ പറയണത്, എന്നിരുന്നാലും ഈ അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ ആശങ്കപ്പെടുന്നതിന് പകരം ആധുനിക സമൂഹത്തിന്റെ സ്ഥാപനപരമായിട്ടുള്ള അടിത്തറയിൽ നിന്ന് ഐക്യദാർഢ്യത്തിന്റെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും ഒക്കെ പുതിയ രൂപങ്ങൾ വളരുമെന്നാണ് ഡർക്കിം വിശ്വസിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സാമൂഹിക രൂപങ്ങളിൽ ഈ സാമുദായിക രൂപങ്ങൾക്ക് എന്ത് കൃത്യമായിട്ടുള്ള രൂപം എടുക്കണമെന്ന കാര്യത്തിൽ ഡർക്കിമിന് എന്താണ് അവ്യക്തത ഉണ്ടെങ്കിലും കൂട്ടായിട്ടുള്ള ധാർമ്മികത അതുപോലെ തന്നെ സാമൂഹിക ഐക്യം ആധുനിക ജീവിതത്തിന്റെ വ്യത്യസ്തത എന്നിവയൊക്കെ സ്വഭാവത്തിനാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഈ ഒരു സാമുദായിക രൂപങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായിട്ടുള്ള രൂപം എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, അവ്യക്തത ഉണ്ട്. പക്ഷെ എന്നാലും കൂട്ടായ ധാർമ്മികത അതുപോലെ സാമൂഹിക ഐക്യം ആധുനിക ജീവിതത്തിന്റെ വ്യത്യസ്തത എന്നിവയുടെ സ്വഭാവത്തിനാണ് അദ്ദേഹം എന്ത് ചെയ്തത്, കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ തുടർന്നുള്ള സിദ്ധാന്തങ്ങളിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു അല്ലേ. അതായത് നഗരങ്ങളിലെ സാമൂഹ്യ ബന്ധങ്ങളെയും ഐക്യത്തെയും ഡർക്കിം ജൈവിക ഐക്യം എന്നുള്ള പദം കൊണ്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഡർക്കിം അദ്ദേഹത്തിന്റെ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ നഗരത്തിന്റെ സാമൂഹ്യ ജീവിതവും അതിന്റെ ധാർമ്മിക വശത്തെയൊക്കെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അടുത്തതാണ് കാൾ മാക്സിൻ്റെവും ഏംഗൽസിൻ്റെവും അല്ലേ, മാക്സ് ആൻഡ് ഏംഗൽസ്, ദ ടൗൺ, ദ കൺട്രി ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അതായത് മറ്റു സാമൂഹ്യ ശാസ്ത്രജ്ഞരെ പോലെ തന്നെ കാൾ മാക്സും എന്ത് ചെയ്തിട്ടുണ്ട്, നഗരവൽക്കരണ പ്രക്രിയയെ വിമർശിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഏംഗൽസും മുതലാളിത്തത്തിൻ്റെ കീഴിലുള്ള നഗരവൽക്കരണത്തെ വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയുടെ കീഴിലുള്ള എന്താ പറയുക മുതലാളിത്തത്തിന് നഗരവൽക്കരണ പ്രക്രിയയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിച്ചിട്ടുണ്ട് അല്ലെ. അദ്ദേഹവും ഏംഗൽസുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനെ വിമർശിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ നഗരത്തിന്റെ ഉദയം എന്ന് പറയുന്നത് പ്രാകൃതത്തിൽ നിന്ന് നാഗരികതയിലേക്കുള്ള ഒരു പരിവർത്തനമാണ് എന്നാണ് പറയുന്നത് അല്ലെ. അവരെന്താ പറയുന്നത്, ഈ കാൾ മാക്സും ഏംഗൽസും പറയുന്നത് എന്താ പറയുക, നഗരത്തിന്റെ ഉദയം എന്ന് പറയുന്നത് പ്രാകൃതത്തിൽ നിന്നും നാഗരികതയിലേക്കുള്ള ഒരു പരിവർത്തനം ആണ് എന്നാണ്. അതുപോലെ തന്നെ ജനങ്ങൾ സിറ്റിയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള സ്വാതന്ത്ര്യവും ഉൽപാദനപരമായിട്ടുള്ള സവിശേഷതകളും മനസ്സിലാക്കണം എന്നാണ് മാക്സും ഏംഗൽസും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മുതലാളിത്തം സോഷ്യലിസം ആയിട്ട് മാറുന്നത് വരെ നഗരവൽക്കരണത്തിലൂടെ മനുഷ്യരുടെ സാമൂഹ്യ പരിണാമം പൂർത്തിയാകില്ല എന്നാണ് ഇവർ രണ്ടുപേരും ഉറച്ച് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലെ അസമത്വത്തിനും സംഘർഷത്തിനും പ്രശ്നങ്ങൾക്കൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഊന്നൽ നൽകുന്നുണ്ട് അല്ലേ. അപ്പം നഗരപ്രദേശങ്ങളിലെ അസമത്വത്തിനും സംഘർഷങ്ങൾക്കും അതുപോലെ പ്രശ്നങ്ങൾക്കൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഊന്നൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നഗരവൽക്കരണത്തിന്റെ അനന്തരഫലങ്ങൾ സമൂഹത്തിന് ഹാനികരമാണെന്നും അത് സമൂഹത്തിന്റെ ബാധ്യത ആകുമെന്നും ഇവർ പറയുന്നുണ്ട് അല്ലെ. നഗരവൽക്കരണത്തിന്റെ അനന്തരഫലങ്ങൾ സമൂഹത്തിന് എന്താവും, ഹാനികരമാണെന്നും അത് സമൂഹത്തിന് ഒരു ബാധ്യതയായിട്ട് മാറുമെന്നും ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നഗരവൽക്കരണത്തിന്റെ ഏറ്റവും വ്യാപകമായിട്ടുള്ള ആഘാതം അവർ വിമർശനാത്മകമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് അല്ലെ. അതെന്താണ്, പരമ്പരാഗത സമൂഹത്തിന്റെ സാമൂഹ്യ ബന്ധത്തെ നശിപ്പിക്കുകയും അതുപോലെ
നഗരത്തിന്റെ ഉപയോഗപ്രദമായിട്ടുള്ള ലോകം അതിനെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും എന്നാണ് കാൾ മാർക്സും ഏംഗൽസും പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് അവരധികം എന്ത് ചെയ്തിട്ടുള്ളത്, ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഫെർഡിനാൻഡ് ടെന്നീസ് അല്ലെ. ദ ഡൈക്കോട്ടമി മോഡൽ ഗമേൻ ഷാഫ്റ്റ് ആൻഡ് ഗസൽ ഷാഫ്റ്റ്, അതാണ് ഫെർഡിനാൻഡ് ടെന്നീസിന്റെ. അദ്ദേഹം ഒരു ജർമ്മൻ ഫിലോസഫറാണ്. അദ്ദേഹം ഫെർഡിനാൻഡ് ടെന്നീസ് മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള സങ്കല്പങ്ങളാണ് എന്ത്, ഗമേൻ ഷാഫ്റ്റും ഗസൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് പ്രൈമറി സെക്കൻഡറി എന്നീ രണ്ട് ആശയങ്ങൾക്ക് സമാനമായിട്ടുള്ളതാണ് ഗമേൻ ഷാഫ്റ്റും ഗസൽ ഷാഫ്റ്റും. 1887 എന്താ പറയുക, ടെന്നീസ് ആണ് ഇത് വികസിപ്പിച്ചത്. അപ്പോൾ 1887 ഫെർഡിനാൻഡ് ടെന്നീസ് ഈ ഒരു ഗമേൻ ഷാഫ്റ്റും ഗസൽ ഷാഫ്റ്റും എന്ത് ചെയ്തിട്ടുള്ളത്, വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജർമ്മൻ പദമായിട്ടുള്ള ഇതിൻ്റെ അർത്ഥം, അതായത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഗമേൻ ഷാഫ്റ്റും സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസൽ ഷാഫ്റ്റും ആണ് അർത്ഥം അല്ലേ. അതായത് മിക്ക ബന്ധങ്ങളിലും എന്താണ്, വ്യക്തിപരമോ അല്ലെങ്കിൽ പരമ്പരാഗതമോ ആയതും പലപ്പോഴും രണ്ടും ഉള്ളതുമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഗമേൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗമേൻ ഷാഫ്റ്റ് എന്താണ്, മിക്ക ബന്ധങ്ങളിലും വ്യക്തിപരമോ പരമ്പരാഗതമോ ആയതും പലപ്പോഴും രണ്ടും ഉള്ളതുമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഗമേൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരേ തലത്തിൽ സവിശേഷത കാണിക്കുന്നതും താരതമ്യേന ചെറിയ സംഘങ്ങളുമാണ് ഗമേൻ ഷാഫ്റ്റ്. അതുപോലെ തന്നെ അത്തരം ഘടകങ്ങളുടെ അടിസ്ഥാനം കുടുംബമായിരിക്കും. അതുപോലെ തന്നെ പരമ്പരാഗത മൂല്യങ്ങളും മതപരമായ മാനദണ്ഡങ്ങളും വ്യക്തികളുടെ പെരുമാറ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യ സമൂഹത്തെ കരാർ സമൂഹമായിട്ട് മാറ്റി സ്ഥാപിക്കുന്നതിനെയാണ് ഗസൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗസൽ ഷാഫ്റ്റ് എന്താണ്, പാരമ്പര്യ സമൂഹത്തെ കരാർ സമൂഹമായിട്ട് മാറ്റി സ്ഥാപിക്കുന്നതിനെയാണ് ഗസൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഗമേൻ ഷാഫ്റ്റ് പറഞ്ഞാൽ മിക്ക ബന്ധങ്ങളിലും വ്യക്തിപരമോ പരമ്പരാഗതമോ ആയതും പലപ്പോഴും രണ്ടുമുള്ളതുമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഗമേൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ സഹവാസത്തിന് തുല്യമാകുന്ന ഒരു രീതിയാണ് ഗസൽ ഷാഫ്റ്റ്. അതുപോലെ തന്നെ നഗരവൽക്കരണം, വ്യാവസായിക ജീവിതം, വൈവിധ്യമാർന്ന സ്വഭാവം, വ്യക്തിപരമല്ലാത്ത ബന്ധം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗസൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഔപചാരികവും വ്യക്തിപരമല്ലാത്തതുമായിട്ടുള്ള ബന്ധമുള്ള നഗര സാമൂഹ്യ ജീവിതത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ എന്താണ്, പരമാവധി തൊഴിൽ വിഭജനവും കരാർ ബന്ധങ്ങളും ഒക്കെ നിലനിൽക്കുന്ന നഗരത്തെയാണ് ഗസൽ ഷാഫ്റ്റിലൂടെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗമേൻ ഷാഫ്റ്റും അതുപോലെ തന്നെ ഗസൽ ഷാഫ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കാം. ഗമേൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി അല്ലേ. ഗമേൻ ഷാഫ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, കമ്മ്യൂണിറ്റി എന്നാണ്. ഗസൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഗമേൻ ഷാഫ്റ്റിൽ റൂറൽ സൊസൈറ്റി, അതുപോലെ സ്മാൾ വില്ലേജ്, പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഗസൽ ഷാഫ്റ്റിൽ അർബൺ, അതുപോലെ തന്നെ ലാർജ് സിറ്റീസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. അതുപോലെ ഗമേൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത് കിൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഗസൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗമേൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ജനറലൈസേഷൻ ആണ്. എന്നാൽ ഗസൽ ഷാഫ്റ്റ് എന്താണ്, സ്പെഷ്യലൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഗമേൻ ഷാഫ്റ്റിൽ എന്തായിരിക്കും, ലോ ടെക്നോളജി ആയിരിക്കും. എന്നാൽ ഗസൽ ഷാഫ്റ്റിൽ ഹൈ ടെക്നോളജി ആയിരിക്കും. അതുപോലെ തന്നെ ഗമേൻ ഷാഫ്റ്റിൽ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആയിരിക്കും. എന്നാൽ ഗസൽ ഷാഫ്റ്റിൽ ലോ മൊറാലിറ്റി ആയിരിക്കും ഗമേൻ ഷാഫ്റ്റിൽ ഹൈ മൊറാലിറ്റി ആയിരിക്കും. എന്നാൽ ഗസൽ ഷാഫ്റ്റിൽ ലോ മൊറാലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഗമേൻ ഷാഫ്റ്റിൽ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആയിരിക്കും. അതുപോലെ ഗസൽ ഷാഫ്റ്റിൽ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആയിരിക്കും. അതുപോലെ തന്നെ ഗമേൻ ഷാഫ്റ്റിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ ഗസൽ ഷാഫ്റ്റിൽ ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ ഗമേൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത് പ്രാഥമികമാണ് അല്ലെങ്കിൽ പ്രൈമറി ആണ്. ഗസൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് അല്ലെങ്കിൽ ദ്വിതീയമാണ്. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തതാണ് ജോർജ് സിമ്മൽ അല്ലെ, ദ മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത് ദ പ്രോബ്ലം ഓഫ് സോഷ്യോളജി, അത് 1895 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ദ ഫിലോസഫി ഓഫ് മണി 1900 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ബുക്കാണ് ദ മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ്. അതുപോലെ ദ സ്ട്രേഞ്ചർ ഒക്കെ അദ്ദേഹത്തിന്റെ ബുക്കുകളാണ്. ദ മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ് 1903 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, നഗര വളർച്ചയെ തീരെ ശുഭാപ്തി വിശ്വാസമില്ല നോക്കി കണ്ടിട്ടുള്ള ഒരു ചിന്തകനാണ് ജോർജ് സിമ്മൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉപന്യാസത്തിൽ പ്രധാനമായിട്ടും സമൂഹത്തിലെ മാനസിക വശങ്ങളെയാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അർബൻ ഏരിയയിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ഈ ഉപന്യാസത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നഗരവൽക്കരണത്തിൽ വളരെ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നഗരവൽക്കരണത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ നഗരത്തിലെ ജീവിതാനുഭവങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദ മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ് എന്ന് പറയുന്ന കൃതിയിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ജോർജ് സിമ്മലിൻ്റെ ഈ ഒരു ബുക്കിൽ 1903 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സിമ്മലും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും സാമൂഹിക നഗര ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പരമ്പരയുടെ ഭാഗമായിരുന്നു ഇത് അല്ലേ. അതുപോലെ അതിൻ്റെ ആധുനിക നഗര സംസ്കാരത്തിൻ്റെ ചില വശങ്ങളൊക്കെ സിമ്മൽ എന്ത് ചെയ്യുന്നുണ്ട്, ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ദശലക്ഷം നിവാസികളെ സമീപിക്കുന്ന ഏറ്റവും വലിയ നഗരങ്ങളുള്ള സമകാലിക മെഗാലോപോളിസുകളിൽ നിന്ന് നഗരങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. അതുപോലെ ഒരു കാലഘട്ടത്തിൽ എഴുതിയതാണെങ്കിലും സിമ്മലിൻ്റെ ഈ ഒരു ദ മെട്രോപോളിസ് ആൻഡ് മെൻ്റൽ ലൈഫ് എന്ന് പറയുന്ന ബുക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും വളരെ പ്രശസ്തിയുണ്ട്. അതുപോലെ തന്നെ ദ മെട്രോപോളിസ് ആൻഡ് മെൻ്റൽ ലൈഫ് എന്ന് പറയുന്ന വലിയ നഗരത്തിലെ നഗര ജീവിതത്തിലെ വ്യക്തിയുടെ സ്ഥാനവും അതിൻ്റെ അസ്തിത്വ രൂപവുമായിട്ടുള്ള അവൻ്റെ മനഃശാസ്ത്ര രൂപവുമായിട്ടുള്ള പൊരുത്തപ്പെടലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഉപന്യാസത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിമ്മലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഗരങ്ങൾ വസ്തുനിഷ്ഠതയുടെ ആധിപത്യം പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ സമൂഹങ്ങളുടെ വൈകാരികവും അതുപോലെ തന്നെ വ്യക്തിപരവുമായിട്ടുള്ള പങ്കാളിത്തം ഇല്ലാത്ത മഹാനഗരത്തിലെ മനുഷ്യ ഇടപെടലുകളും അതുപോലെ ഹ്രസ്വവും ഉപകരണവുമാണ് നഗരത്തിലെ പണപ്പെരുപ്പം മനുഷ്യനെ അവൻ്റെ സാമൂഹ്യ ഇടപെടലുകളിൽ നിന്നും യുക്തിസഹവും ഉപകരണവുമാക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് ജോർജ് സിമ്മൽ പറയുന്നത്. അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ട് അതിൻ്റെ നിരക്കിനെ നേരിടാൻ അയാൾക്ക് വളരെയധികം ഉത്തേജനം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മെട്രോപോളിസ് ആൻഡ് മെൻ്റൽ ലൈഫ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭൗതികമാണ് അല്ലേ, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭൗതികമാണ് എന്ന് പറയാം. അതുപോലെ അത് വൈകാരികമല്ല എന്നും പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ 1ാമത്തെയും 2ാമത്തെയും മൊഡ്യൂളിൽ നിന്ന് 5 മാർക്കിന് വരാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ 10 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3-4 വീഡിയോ ഞാൻ സമയം കിട്ടിയാൽ ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.